ഉണ്ണികൃഷ്ണൻ ഇതിനു മുമ്പ് എൻ്റെ ലൈവിൽ വന്നിട്ടുണ്ടോ? കാപ്പി കുടിച്ചില്ല. കാപ്പി കുടിക്കാൻ സമയമാവണേ ഉള്ളൂ. കാപ്പി കുടിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ജസ്റ്റ് ഞാൻ 4 മണിക്ക് ലൈവിൽ വരുമെന്ന് 1-2 പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഒരു ലൈവ് പോയിട്ട് പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ശരിയാണ് ശരത്തെ, ഈ എക്സാം ആരാണാവോ കണ്ടുപിടിച്ചതെന്നാണ് ചോദിക്കുന്നത്. അത് മായ ചേച്ചിയും പറയുന്നുണ്ട്, മോനെ 10th അല്ലേ, പോയി പഠിക്കുന്നു. കേട്ടില്ലേ മായ? മുകളിൽ പറഞ്ഞെങ്കിൽ ചോദ്യം കേട്ടില്ല. ഈ എക്സാം ആരാണ് കണ്ടുപിടിച്ചതെന്നാണ് സംശയം. അയ്യോ, ഒരു മോട്ടിവേഷൻ പറയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മായക്കറിയായിരിക്കും ഒരു മോട്ടിവേഷൻ പറയാൻ. ആതിര നമസ്കാരം എന്ന് പറയുന്നുണ്ട്, ലൈവിലേക്ക് സ്വാഗതം പറയുന്നുണ്ട്. മായ നമസ്തേ എന്ന് പറയുന്നുണ്ട്. ആതിര ഉണ്ണികൃഷ്ണൻ ഫസ്റ്റ് ടൈമാണോ ലൈവിൽ വരണേ? യൂട്യൂബറാണോ? അതും ചേട്ടാന്ന് വിളിച്ചിരിക്കുന്നുണ്ട്. അപ്പം ആതിര ഉണ്ണികൃഷ്ണൻ മറ്റാറയോ? അതാണല്ലോ. ഞാൻ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചോദിച്ചിരുന്നത്. അപ്പം കറക്റ്റാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. എന്നാലും നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ ഒരു ചിരി വരും, അത്രേ ഉള്ളൂ. എനിക്ക് പോവാൻ ക്യാഷ് ഇല്ല. പറ്റുന്ന ആൾക്കാർ ടുമാറോ ക്യാഷ് 3000 അയച്ചു തരണം. ഓക്കെ, അത് മായ അയച്ചു തരും മിക്കവാറും. മായ നല്ല പൈസയുള്ള വീട്ടിൽ നിന്നുള്ളതാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരാളുണ്ട്. എന്താണെന്ന് അല്ല, ആരോ ആണ് ഇതിന് വന്നിട്ടുള്ള ആളാണ്, പരിചയമുള്ള ആളാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അതിലെ ഉണ്ണികൃഷ്ണൻ, ഒരു ഉണ്ണികൃഷ്ണനെ ഞാൻ ലൈവിൽ കാണാറുണ്ട്. ഉണ്ണികൃഷ്ണനെ ഇന്നും ഏതോ ലൈവിൽ കണ്ടു, ഹലോ ഉണ്ണികൃഷ്ണനൊക്കെ പറഞ്ഞതാണ്. ഏത് ലൈവാണെന്ന് ഞാൻ ഇന്ന് കുറേ ലൈവുകൾ കയറിയിട്ടുണ്ടായിരുന്നു. മായ ചേച്ചി, ഒരു 3000 റുപ്പീസ് കൊടുക്കാമോ ശരത്തിന്? ഒരു ടൂറ് പോകാനല്ലേ. മായ ചേച്ചി മുങ്ങിയെന്നാ തോന്നേ മോനെ. ആതിര ഉണ്ണികൃഷ്ണൻ ചിരിക്കുന്നുണ്ട്. ആതിര ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും തോന്നുന്നു കേട്ടോ മോനെ. ഒന്ന് ചോദിച്ചാലോ? എന്തായാലും ഞാൻ വന്നതല്ലേ ഇത് മുഴുവൻ. എന്താണ് അത്? ശരത്തിനുള്ള ക്യാഷാണോ? അതിലെ ഉണ്ണികൃഷ്ണൻ ക്യാഷ് തരുമോ? ശരത്ത് ചോദിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുകയാണ് ശരത്തിന് ടൂർ പോകണം. ആദ്യം എക്സാമൊക്കെ കഴിയട്ടെ, റിസൾട്ടൊക്കെ വന്നോട്ടെ, എന്നിട്ട് തരാട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഒരാൾ തരാം, റെഡിയാണ്. എക്സാം എല്ലാം കഴിഞ്ഞ് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് നോക്കാം എന്ന് പറയുവാണ് കേട്ടോ മായച്ചേച്ചി പറയുന്നത്. അല്ല, രാജൻ ചേട്ടനാണെന്നാണ് പറഞ്ഞു. ഓക്കെ, താങ്ക് യു ആതിര. ഓക്കെ, ഇപ്പം മനസ്സിലായി ആതിര ഉണ്ണികൃഷ്ണൻ ആരാണെന്ന്. സോളോ യെസ്, സോളോ ആണല്ലോ. വെൽക്കം സോളോ, വെൽക്കം ടു മൈ ലൈവ്. സ്വാഗതം ലൈവിലേക്ക്. അത് നല്ല പരിപാടിയാണ്. ആതിര ഉണ്ണികൃഷ്ണൻ, ആതിരയുടെ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ സോളോ ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ അത് ശരിയാ മോനെ, വെയിറ്റ് ചെയ്യും. സോളോ ആർട്ടിസ്റ്റ് ഇപ്പോൾ വരും, നല്ല പൈസയാണ്. ചേട്ടനാണെങ്കിൽ മോനെ പോലെ തന്നെ കൊച്ചാണ്,
ടൂറൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നമുക്കൊക്കെ വയസ്സായ ആളെ